ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പത്തരമാറ്റിൽ നമ്മളിനി നാളെ കാണാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശൻ നയനയുടെ വിഷമമൊക്കെ മനസ്സിലാക്കിയിട്ട് നയനൊന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. മോള് നാളെ ഇന്ന് അമ്പലത്തിൽ ഇന്ന സമയത്ത് വരണമെന്ന് പറയാണ്. വരുമ്പോൾ എലിസബത്തിനെ കൂട്ടണ്ട, ആദർശിനോട് പറയണ്ട, മോള് മാത്രം വരണം, എനിക്ക് മോളെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്ന് മുത്തശ്ശൻ മെസ്സേജ് അയക്കുകയാണ്. ഇത് കാണുന്ന നയനക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഹാവോ, അങ്ങനെ താനൊന്ന് ആക്ട് ചെയ്ത് ഫലിച്ചു. ഇനി നാളെ മുത്തശ്ശനെ കാണുമ്പോൾ മുത്തശ്ശനെ അടിയറവ് പറയും, എന്നോട് പറയും ഞങ്ങളോട് കാണിക്കണ ശത്രുതയൊക്കെ വെറും അഭിനയമാണെന്ന്. എൻ്റെ മുത്തശ്ശനെ എല്ലാവരും പേടിപ്പിച്ച് നിർത്തുന്ന ഒരു മുത്തശ്ശനായിരിക്കും, പക്ഷേ ഈ നയനയുടെ മുമ്പിൽ മുത്തശ്ശന്റെ കളിയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയന സന്തോഷത്തോടെ ഇരിക്കാട്ടോ. അതേസമയം അനിയാണെങ്കിൽ നമ്മുടെ നന്ദുവിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണ് ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അനിയുടെ കുഴപ്പമല്ല, പുറകെ വരുന്ന ഒരു ബൈക്കുകാരൻ പെട്ടെന്ന് വരുമ്പോഴേക്കും അനി ആ സമയത്ത് തന്നെയാണ് കാർ എടുക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക്, കൂടുതലും ബൈക്കുകാരന്റെ മിസ്റ്റേക്കാണ്. അയാൾ അവിടെ മറിഞ്ഞു വീഴുന്നുണ്ട്, പക്ഷെ അയാൾക്കോ ബൈക്കിനോ ഒരു അപകടവും പറ്റുന്നില്ല. അയാളെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും അനി കുറച്ച് പൈസ എടുത്ത് അയാളെ പോക്കറ്റ് വെച്ച് അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ്. ശേഷം അയ്യോ സമയം വൈകിയല്ലോ, നന്ദിപ്പോ ഹോട്ടലിൽ വന്ന് കാണും എന്ന് പറഞ്ഞിട്ട് അനി ഹോട്ടലിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ചെറിയൊരു ആക്സിഡന്റ് ആണെങ്കിൽ പോലും അവിടെ പോലീസ് ഇടപെടും, അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആവുമ്പോഴേക്കും തന്നെ നന്ദു ആ സമയത്ത് തന്നെ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. അനീനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അങ്ങനെ നന്ദു ആണെങ്കിൽ ആകെ വിഷമമാട്ടോ. നന്ദു അവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ നന്ദുവിനെ ഫോളോ ചെയ്ത് നവീൻ അവിടെ എത്തുന്നത്. നവീൻ നോക്കുമ്പോഴേക്കും നന്ദു തനിച്ച് ഹോട്ടലിൽ നിൽക്കാണ്. എന്താ നന്ദു നീ ഇവിടെ നിൽക്കുന്നത്? എന്താ അനി വന്നില്ലേ? അനി ഇന്ന് ട്രീറ്റ് തരാന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ അവൻ ഇതുവരെ വന്നില്ലേ? അറിയില്ല, അവന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലടാ, ഞാൻ കുറെ നേരം അവനെ വിളിക്കുന്നത്, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇനി വരുന്ന വഴിക്കുന്നില്ല അപകടം? അങ്ങനെയൊന്നും ഉണ്ടാവില്ലടോ. ചിലപ്പോ അവനെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് വല്ല മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണും. എന്തായാലും സമയം എത്ര ആയില്ലേ, താൻ ഇങ്ങനെ ഹോട്ടലിന് മുമ്പിൽ നിൽക്കണമെന്നില്ല, താൻ വണ്ടി കയറ്, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അയ്യോ എന്നാലും അവനോട് പറഞ്ഞിട്ട് വേണ്ട പോവാൻ, താനൊരു കാര്യം ചെയ്യും, ഒരു മെസ്സേജ് അയച്ചിട്ടേക്ക് എന്ന് പറയാണ്. അങ്ങനെ നന്ദു മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു പോകുവാണ്, കുറെ നേരം ഇവിടെ നിൽക്കുന്നത്, വീട്ടിൽ അമ്മ അന്വേഷിക്കും, അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് താൻ ഇവിടേക്ക് വന്നത്, അതുകൊണ്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് നന്ദു ഒരു മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ നവീന്റെ കൂടെ പോകുക കേട്ടോ. നവീനെ ഭയങ്കര സന്തോഷമാവാണ്. നവീൻ മനസ്സ് വിചാരിക്കുകയാണ്, അവൻ നന്ദുവിന്റെ കൂടെ ഇരുന്നിട്ട് ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പാവം ചമ്മിപ്പോയി. എടാ അനി, ഇനി ഒരിക്കലും നന്ദുവിന് നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ഈ നന്ദു ഈ നവീന്റെ മാത്രാടാ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ശേഷം ചെറിയൊരു ജ്യൂസ് കടയിൽ കയറിയിട്ട് അവര് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണത്. നന്ദുവിന്റെ മുഖം ആകെ മാറിയിരിക്കാട്ടോ. എന്തു പറ്റി നന്ദു, താനാകെ വിഷമിച്ചിരിക്കണം എന്താ? എന്നാലും എനിക്ക് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ, വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല, താൻ വിഷമിക്കണ്ട, ഞാനൊന്ന് വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എന്തെങ്കിലും വിവരം കിട്ടാമെങ്കിൽ തന്നെ അറിയിക്കാം. ശരി, നവീനൊന്നും അന്വേഷിക്കോ? ഞാൻ അന്വേഷിക്കാന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കനക ചോദിക്കണ്ടേ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? ആഹാ കൊള്ളാലോ, ഞാൻ താമസിച്ച് വന്നാലും കുഴപ്പം, നേരത്തെ വന്നാലും കുഴപ്പമാണോ? അല്ല, ഞാൻ വിചാരിച്ചു ചെറിയ പാർട്ടിയും ഇതൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും താമസിക്കുമോന്ന്. അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്ത് ടെൻഷൻ ആയിട്ടിരിക്കുകയാണ്. കാരണം അനീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നവീനാണെങ്കിൽ അനീനെ അന്വേഷിച്ച് പോകുന്നില്ല, നേരെ വീട്ടിൽ കിടന്നുറങ്ങി സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ നയനയാണെങ്കിൽ മുത്തശ്ശനെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോവാണ്. മുത്തശ്ശൻ അവിടെ ഉണ്ട് കേട്ടോ. നയന മുത്തശ്ശ എന്ന് പറഞ്ഞ അടുത്തേക്ക് പോകുമ്പോഴേക്കും മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് നമ്മുടെ നയനെ നോക്കി പറഞ്ഞു, മോൾ മുത്തശ്ശനോട് ക്ഷമിക്കേ. എന്തിനു മുത്തശ്ശൻ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? മോളോട് ഇത്രയും നാള് ഞാൻ ക്രൂരമായിട്ട് സംസാരിച്ചു, പെരുമാറി, ഒന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ കേട്ടോ. മുത്തശ്ശന്റെ മനസ്സിൽ മോളോടും ആദർശനോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അതൊരു തരിമ്പ് പോലും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോ, എന്റെ മുത്തശ്ശ എനിക്കറിയില്ലേ എന്റെ മുത്തശ്ശനെ ഈ കാര്യം തുറന്നു പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ നാടകം കളിച്ചത്. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കുറച്ച് നാളായിട്ട് വട്ടം കറക്കണ കാര്യം എനിക്കറിയാം. പാവം മുത്തശ്ശിയുടെ ഇടയിൽ നിന്ന് ശ്വാസം മുട്ടുക പാവം. അതുകൊണ്ട് ഞാൻ സത്യം അറിയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കളിച്ചൊരു നാടകമല്ലേ ഇത്, അമ്പടി ഗെയിമേ. അപ്പൊ നീ എന്നെ പറ്റിച്ചു അല്ലേ? പിന്നല്ലാതെ, മുത്തശ്ശന്റെ കൊച്ചുമകനും മകളോ എന്റെ വയറ്റിൽ കിടക്കല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു മുത്തശ്ശിനെ പിണങ്ങിയിരിക്കണം ശരിയല്ലെന്ന്. അപ്പൊ പിണക്കം മാറ്റി കൊടുക്കാന്നേ ഞാൻ വാവെടുത്ത് വാക്ക് പറഞ്ഞു, പിണക്കം മാറ്റുകയും ചെയ്ത്. പിന്നെ ഈ കാര്യം നമ്മുടെ ആദർശനോട് പറയരുത്, അവൻ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, അതിനെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഭിനയിച്ച് ഇത്രയും നാള് കഴിച്ചു കൂട്ടുന്ന മോൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞാനിപ്പോ
കാണിച്ചു കൂട്ടിനൊക്കെ ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ മോൾ ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട. ഇല്ല മുത്തശ്ശ ഞാൻ വാക്ക് തരാണ്, ഈ കാര്യം ഞാൻ ആരോടും പറയില്ല എന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ നയനക്ക് ഭയങ്കര സന്തോഷമായിട്ട് നയന വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ആദർശ് ചോദിക്കണേ, നിനക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ, എന്ത് പറ്റി? ആദ്യം ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിൽ പോയി എത്ര സന്തോഷമോ. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചപ്പോ മുത്തശ്ശനെ കണ്ടു. മുത്തശ്ശൻ നിന്നോട് മോശമായിട്ട് ഏത് പെരുമാറിയോ? ഇല്ല, എന്നെ കണ്ടിട്ട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല, അതല്ലേ എനിക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നയന അകത്ത് കയറി ഭയങ്കര സന്തോഷത്തില്. അതെ എലിസബത്ത് എടുത്തി, അതെ എന്താച്ചാ കഴിക്കാൻ എടുത്തോ, ഞാൻ എന്ത് വേണമെങ്കിലും കഴിച്ചോളാം, പിന്നെ നേരത്തെ പറഞ്ഞ ജ്യൂസ് ഉണ്ടല്ലോ അതും എടുത്തോ, ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നയന ഭയങ്കര സന്തോഷത്തിലാട്ടോ. അതേസമയം നമ്മുടെ അബി ആണെങ്കിൽ നമ്മുടെ അച്ഛൻ നാഗേന്ദ്രൻ കുറച്ച് വഴക്കൊക്കെ അബീനെ പറയുന്നുണ്ട്. ഒരു കഴിവ് കെട്ടവനാണ്, നീ ഒരു ഭാഗ്യദോഷിയാണ്, ഒന്നിനും കൊള്ളില്ലാത്തവനാണ്, പൊട്ടനാണ്, മണ്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം സത്യമാണെങ്കിലും അബിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അബി ആ ഒരു വിഷമത്തിൽ ആകെ മദ്യപിച്ച് ലെഗ് കെട്ട് നമ്മുടെ കമ്പനി തന്നെ അങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്ത് മാളവിക നമ്മുടെ അബിയുടെ അടുത്തേക്ക് ക്യാബിനിലേക്ക് വരുന്നുണ്ട്. സാറിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നമാട്ടോ, സാർ എന്തിനാ സാർ ഇങ്ങനെ കുടിക്കണത്? എല്ലാവരും എന്റെ ഭാഗ്യദോഷം കാരണമാണ് ഈ ഡീല് മുടങ്ങിയെന്ന്. ഒരിക്കലും അല്ല സർ, നമുക്ക് ട്രഡീഷണൽ ആഭരണങ്ങൾ ഒരു ഡിസൈൻ ഉണ്ടായുള്ളൂ, അവരെല്ലാം ട്രഡീഷണൽ ആഭരണങ്ങളല്ലേ വെച്ചത്, അതിന്റെ ഒരു പ്രശ്നമായിരുന്നു. കുഴപ്പമില്ല സർ, ഇനി അടുത്തൊരു ഡീല് വരികയാണെങ്കിൽ സാർ ജയിച്ചിരിക്കും. ഈ മാളവിക സാറിന് തരുന്ന ഉറപ്പാത്. സത്യമുള്ള മാളവിക, അതേന്നേ, ഞാൻ നന്നായിട്ട് എൻ്റെ മാക്സിമം കഴിവ് പുറത്തെടുത്ത് ഞാൻ ഇനി വരുന്ന ഡീലെല്ലാം തന്നെ സാറിനെ വിജയിപ്പിക്കും, അതിലൂടെ സാറിന് നല്ല പ്രശസ്തിയും കിട്ടും. എന്താ അതുപോലെ മാളവിക, നീ എന്നെ ജയിപ്പിക്കും മാളവിക. അങ്ങനെ നീ എന്നെ വിജയിപ്പിക്കുവാണെങ്കിൽ നിന്നെ ഞാൻ എന്നെ മഹാറാണിയാക്കും. ഈ AN ജ്വല്ലറി ഉണ്ടല്ലോ അതെല്ലാം എന്റെയാണ്. സാർ എന്തൊക്കെയാ പറഞ്ഞത്? ഈ ജ്വല്ലറി സാറിന്റെ ആണെന്നോ? ഈ ജ്വല്ലറി എങ്ങനെയാ സാറിന്റെ ആവുന്നത്? അതെ, ഞാൻ നിന്നോട് മാത്രം സത്യം പറയാം, കാരണം ഞാൻ നവ്യനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ ലിവിങ് ടുഗദറായിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല സർ, സാറിൻ്റെ കൂടെ ജീവിക്കാൻ കിട്ടിയ അതൊരു ഭാഗ്യല്ലേ. എങ്കിൽ ഞാൻ നിന്നോട് സത്യങ്ങളൊക്കെ പറയാം. ഈ AN ജ്വല്ലറി മൊത്തം എൻ്റെ ആവാൻ പോവാ. അതിനുള്ളൊരു വലിയൊരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. എന്താ സർ, എന്താ കാര്യം ചോദിക്കുമ്പോ അത് ഞാൻ പിന്നെ അത് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മുടെ അബി കുഴഞ്ഞു പോകുവാട്ടോ. കാരണം അത്രയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വലിയ രഹസ്യം മാളവികയുടെ ചെവിയിൽ എത്തുന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ മാളവിക ഈ കാര്യങ്ങളൊക്കെ തന്നെ ആദർശിനോട് പറയാണ്. ആദർശിന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള നമ്മുടെ കിരണിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടടാ, നിനക്ക് എന്തെങ്കിലും പുതിയൊരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എടാ അബിനെ ഒന്നും കൂടി കുടിപ്പിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കയ്യോടെ കിട്ടുമെന്നാ എനിക്ക് തോന്നുന്നത്. ഈ AN ജ്വല്ലറി ഫുള്ളും അവന്റെ ആണെന്ന് അവൻ പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മദ്യം തന്നെയാ നല്ലത്. മദ്യവും മാളവികയും കൂടെ ഉണ്ടെങ്കിൽ അവൻ ഏത് സത്യവും തുറന്നു പറയാം. നീ പറയണ മാളവികടുത്ത് അവന്റെ പ്രണയം നടിച്ച് അവനെ കുടിപ്പിച്ച് വശത്താക്കാൻ, ശേഷം അവന്റെ വായി തന്നെ നമുക്ക് സത്യങ്ങൾ അറിയാം. ഇത്രയും സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ആ ഒരു മഹാസത്യം കൂടി അവന്റെ വായിന്ന് വീഴും. എന്തുകൊണ്ടാണ് AN ജ്വല്ലറി മൊത്തം അവന്റെ ആണെന്ന് പറഞ്ഞതെന്നുള്ള മഹാസത്യം ശരിയാക്കിയാണ് നീ പറഞ്ഞത്. എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ മാളവികടുത്ത് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് കുടിപ്പിച്ച് അങ്ങോട്ട് കിടത്തിയേക്ക്, എന്നിട്ട് അവന്റെ വായിലെ സത്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തേക്ക് എന്ന് പറയാണ്. അങ്ങനെ മാളവിക തന്നെ മാളവിക വരച്ച വലയിൽ നമ്മുടെ അബി വീഴാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.